Bigg Boss Malayalam Season 7. The review. Hello guys, Namaskaram. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു ബിഗ് ബോസ് ആണ് ഗൈസ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇന്നലെ അത് തുടങ്ങി, ഞാനത് കണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ബിഗ് ബോസ് റിവ്യൂ ചെയ്യണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ പുതിയ മലയാളം ബിഗ് ബോസ് സ്റ്റാർട്ട് ആവുന്നു കേട്ടത്. ആൻഡ് ഇങ്ങനെ ഓരോരോ പ്രോമോസ് വന്നു തുടങ്ങിയത്. ആ ഫസ്റ്റ് പ്രോമോ ഞാൻ കണ്ടത് തന്നെ വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. ഇപ്രാവശ്യത്തെ ഈ പ്രോമോയിൽ എന്താന്ന് വെച്ചാല് നേരത്തെ ഉണ്ടായിരുന്ന സീസൺ, അതായത് ജസ്റ്റ് ലാസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ട്രോൾ ചെയ്തുകൊണ്ടിരുന്ന, കളിയാക്കിക്കൊണ്ടിരുന്ന, കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങളെ എടുത്തു വെച്ച് അഡ്രസ് ചെയ്തിട്ട് ഇപ്പൊ ഇനി ഈ പുതിയതായിട്ട് വരുന്ന സീസണിൽ അതൊന്നും ഉണ്ടായിരിക്കത്തില്ല, ഇതൊക്കെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേർഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി സീസൺ ആയിരിക്കും എന്ന് ഓഡിയൻസിന് ഒരു പ്രോമിസ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പ്രോമോ ആയിരുന്നു. അപ്പൊ അതെനിക്ക് കുറച്ച് രസമായിട്ട് തോന്നി. ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു ബിഗ് ബോസിന്റെ കംപ്ലീറ്റ് ഫാൻ എല്ലാ സീസണും കണ്ട് അങ്ങനത്തെ ഒരാളൊന്നും അല്ല. പക്ഷെ കഴിഞ്ഞ 2 സീസൺ മലയാളം ഞാൻ കണ്ടു. അതല്ലാതെ ഞാൻ തെലുഗു ബിഗ് ബോസും കണ്ടു, തമിഴ് ബിഗ് ബോസും കണ്ടു. അപ്പൊ എനിക്ക് ഈ കോൺസെപ്റ്റും ഐഡിയയും ഒക്കെ എനിക്ക് കുറച്ച് രസമുള്ളതായിട്ട് തോന്നി. ആക്ച്വലി സ്പീക്കിംഗ് നല്ല ബുദ്ധി ഉപയോഗിച്ചാണ് ഇതിന്റെ മേക്കേഴ്സ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഉണ്ടാക്കിയേക്കുന്നത്. ഇതൊരു ഡച്ച് ഷോ, ലൈക് ഡച്ച് ഷോ ആണ്. ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ ഒരു ഷോയുടെ ഇന്ത്യൻ അഡാപ്റ്റേഷൻ ആണ് നമ്മുടെ ബിഗ് ബോസ്. അപ്പം അതിന്റെ കോൺസെപ്റ്റും ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് പോലെയാണ്. കുറെ ആൾക്കാരെ, ഒരു പബ്ലിക് സ്പിയറിലുള്ള കുറെ ആൾക്കാരെ എടുത്തോണ്ട് ഒരു വീട്ടിനകത്ത് കൊണ്ടുവച്ചിട്ട് അവർക്ക് വേറെ കോണ്ടാക്ട്സ് ഒന്നുമില്ലാതെ അവർ 100 ദിവസം അതിനകത്ത് താമസിക്കണം. എന്നിട്ട് അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു യൂഷ്വൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് നല്ല പരിചയമുള്ള ഏതെങ്കിലും രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയാവുന്ന സീരിയലിലോ സിനിമയിലോ അല്ലാതെ ഏതെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയയിലോ ഒക്കെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ എടുത്തുകൊണ്ട് അതിനകത്ത് ഇടും. അതെന്തിനാന്ന് വെച്ചാൽ ഓഡിയൻസിനെ കുറച്ച് പരിചയമുള്ള ആൾക്കാരാകുമ്പോ അവരെന്താ ചെയ്യുന്നത് എന്ന് കാണാനുള്ളൊരു ഇത് ഉണ്ടായിരിക്കുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ച് കൊണ്ടിരുന്നത്. അതല്ലാതെ അത്ര പോപ്പുലർ ആയിട്ടുള്ള അല്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പൊ ഈ യൂഷ്വലി ഒരു സീരിയലൊക്കെ നമ്മൾ ആദ്യമായിട്ടൊരു സീരിയൽ അല്ലെങ്കിൽ ഒരു സീരീസ് കാണുമ്പോൾ അതിനകത്തെ മെയിൻ ഹീറോയെ നമുക്ക് അറിയത്തില്ല. പക്ഷെ ഗ്രാജുവലി കണ്ട് നമുക്ക് അവരെ ഇഷ്ടമാവുകയും ചെയ്യും. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. സെയിം ഫോർമാറ്റ് അവർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ആദ്യം ഈ പറയുന്ന 10 പേര്, 15 പേര്, 20 പേര് എല്ലാരും ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ ഗ്രാജുവലി ഡേ ബൈ ഡേ അവരിങ്ങനത്തെ സിറ്റുവേഷൻസ് അവിടെ ഇട്ട് കൊടുക്കും. അവിടെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലുമൊക്കെ ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് ഓഡിയൻസിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ റിലേറ്റബിൾ ആവുമ്പം നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് വരും. ഓക്കെ, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കൊള്ളാം, അല്ലെ ഇവരുടെ ഈ ബോണ്ട് കൊള്ളാം, അല്ലെങ്കിൽ അവര് ലവേഴ്സ് ആണ് അത് കൊള്ളാം, അല്ലെങ്കിൽ അടി കൊള്ളാം. ഇങ്ങനെ ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് അവർ ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരു യൂഷ്വൽ സീരിയൽ അല്ലെങ്കിൽ ഒരു സീരീസിന്റെ ഫോർമാറ്റിൽ കൂടെ തന്നെയാണ് ഇതും പോകുന്നത്. അപ്പൊ പിന്നെ ഇത് എങ്ങനെയാ ഡിഫറെന്റ്, ലൈക്ക് ഒരു സീരിയലും ബിഗ് ബോസും എല്ലാം സെയിം ഫോർമാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാ ഡിഫറെന്റ് എന്ന് നമുക്ക് തോന്നാം. അപ്പൊ സീരിയൽ അല്ലെങ്കിൽ ഒരു കഥ, ഒരു സിനിമ, അതിലെങ്ങനെ സിനിമ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു സീരീസ് ആ ഫോർമാറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു കോൺസെപ്റ്റ് കൊടുക്കുന്നു, അവർ അഭിനയിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, കാണിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇവര് ലൈവായിട്ട് അവിടെ ഉണ്ട്. ഈ മേക്കേഴ്സിന് ഒരു ഫോർമാറ്റ് കാണും. അപ്പൊ അതിനുള്ള എലമെന്റ്സ് അവരിങ്ങനെ പുട്ടിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ആൾക്കാര് അവര് അഭിനയിക്കൊന്നുമല്ല, പക്ഷെ അവർ ആ പാത്തിലൂടെ തന്നെ പോവാണ്. അതുകൊണ്ടാണ് ഇതിന് ആ ഒരു ഫോർമാറ്റ് വരുന്നത്. ഇപ്പൊ ഒരു കപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗേൾ ആൻഡ് എ ബോയ്, അവര് ഫാമിലി ഒക്കെ ആയിട്ട് വിട്ട് ആരും ഫ്രണ്ട്സ് ആയിട്ട് കോൺടാക്ട് ഒന്നും ഇല്ലാതെ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. എല്ലാവർക്കും കണക്ഷൻസ് വേണം. എവറിബഡി നീഡ് സംവൺ. അതിപ്പം ഒരു മോശം രീതിയിൽ പോകണമെന്നില്ല, പക്ഷെ ഒരു ബോണ്ട് ഫോം ചെയ്യാം. ഏതൊക്കെ തരത്തിലുള്ള ബോണ്ടും ഫോം ചെയ്യാം. അപ്പൊ ഇതാണ് പറഞ്ഞത് സോഷ്യൽ എക്സ്പെരിമെന്റ്. വേറെ ആരുമായിട്ടും കണക്ഷൻ ഇല്ലാതെ, ഫ്രണ്ട്സ് ആയിട്ടും നമ്മൾ ഇത്രയും നാളും മിണ്ടിക്കൊണ്ടിരുന്ന ആൾക്കാരുമായിട്ടും ഫോണും ഒന്നും കണക്ഷൻ ഇല്ലാതെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുമ്പം അവിടെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഫ്രണ്ട്സ് ആവും. നാച്ചുറൽ ടെൻഡൻസി. അതിനകത്തുനിന്ന് എങ്ങനെ ഓഡിയൻസിന് വേണ്ട രീതിയിൽ അതിനെ ട്വിസ്റ്റ് ചെയ്ത് ഒരു സ്റ്റോറിയാക്കി പ്രസന്റ് ചെയ്യാം എന്നുള്ളതാണ് മേക്കേഴ്സ് നോക്കുന്നത്. അപ്പൊ അതിനെ ജഡ്ജ് ചെയ്യുന്ന വലിയൊരു മെജോറിറ്റി ഓഫ് ആൾക്കാർ പുറത്തുണ്ട്. ചില ആൾക്കാർക്ക് ചില റിലേഷൻസ് ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് ചില റിലേഷൻസ് എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇതാണ്. നമ്മുടെ കൾച്ചറൽ ഡിഫറൻസസ് അല്ലെ പല പല കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ വരും. അപ്പം ഇങ്ങനത്തെ സാധനം കാണിക്കുമ്പോൾ അതൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആവുന്നു.
ഈ ഷോ നോർമലി ഇപ്പം ഒരു ചാനലിലാണ് വരുന്നത്, ഇപ്പൊ ഏഷ്യാനെറ്റിലാണ് ബിഗ് ബോസ് വരുന്നത്. അപ്പം ഈ നോർമലി അതിനു മുമ്പുള്ള സീരിയൽസ് ഒക്കെ കാണുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, അവര് ആ സീരിയൽസ് ഒക്കെ കണ്ട് അടുത്ത ഷോ ബിഗ് ബോസ് അവരതും കാണും. അപ്പൊ ആ ഓഡിയൻസ് ആണ് ആദ്യത്തെ ആൾക്കാർ, ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓഡിയൻസിനും ഒത്തിരി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ബിഗ് ബോസിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ബിഗ് ബോസിലൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഈ കോൺസെപ്റ്റ് ലൈക്ക് ഗേ, ലെസ്ബിയൻ, ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞൊരു ഐഡിയ, ഈ പറഞ്ഞ കോമൺ ഓഡിയൻസ്, നമ്മുടെ അമ്മ, അമ്മൂമ്മ, അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് അതത്ര കോമൺ ആയിട്ടുള്ള ഒരു കാര്യം അല്ലായിരുന്നു. അപ്പം അവര് ഗേ ആണ്, ലൈക്ക് അല്ലെങ്കിൽ അവര് ട്രാൻസ് ആണ്, അപ്പൊ അത്ര അതൊരു ഓക്കേഷ് രീതിയിൽ എടുക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു അത്. പക്ഷെ ഇന്നിപ്പോ ബിഗ് ബോസ് സീസൺ 7ലാണ്. അപ്പൊ ഈ 7th സീസൺ ആയപ്പോഴത്തേക്ക് അവര് ഗേ, ആ ചെറുക്കൻ ഗേയാ, അല്ലെങ്കിൽ ആ പെണ്ണ് ലെസ്ബിയനാ എന്ന് ഭയങ്കര നോർമലൈസ്ഡ് ആയിട്ട് അവരെടുക്കുന്നത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലൂടെയാണ്. അല്ലാതെ ഒരു മീഡിയത്തിലൂടെ അവർ ആ കോൺസെപ്റ്റിനെ പറ്റി കേട്ടിട്ടില്ല. ഞാൻ എന്റെ വീട്ടിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ന്യൂ ഐഡിയാസ്, ന്യൂ ടോപ്പിക് ഓഫ് ഡിസ്കഷൻസ് ഉണ്ടാക്കാൻ ഈ ഷോയ്ക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഈ പരിപാടിയിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് റെക്കഗ്നിഷൻ മാത്രമാണ്. പൈസ കിട്ടുമായിരിക്കും, പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തിന് വേണ്ടിയാണ് അവർ പോകുന്നത്. പക്ഷെ അവരെ എങ്ങനെ കാണിക്കും, അവരെങ്ങനെയാണ് അവരുടെ ആ ഒരു എന്താ പറയാ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ മേക്കേഴ്സ്. അവർക്കിപ്പോ ഒരു നല്ല രീതിയിലാണ് അവരെ കാണിക്കാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ നല്ല രീതിയിൽ പോകും. ഭയങ്കര വില്ലിനിയസ് ആയിട്ട് കാണിക്കാനാണ് അവർ പ്ലാൻ ചെയ്തെങ്കിൽ അങ്ങനെ പോകും. അപ്പം കണ്ടസ്റ്റൻസിന് ആക്ച്വലി ഒരു റിസ്ക് ആണ്. പക്ഷെ ആ കിട്ടുന്ന റെക്കഗ്നിഷൻ, അല്ല ഇത്ര ആൾക്കാർ നമ്മളെ കണ്ട് അവർ പോപ്പുലർ ആകുന്നു എന്നുള്ളൊരു സംഭവം, ദാറ്റ് ഗിവ്സ് സം കൈൻഡ് ഓഫ് അതുകൊണ്ടാണ് അവർ പോകുന്നത്. ബട്ട് എനിവേ, അങ്ങനെ ഇപ്രാവശ്യവും കുറേ പേര് റെഡി ആയിട്ട് ബിഗ് ബോസിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. മേക്കേഴ്സ് അതിനെ എങ്ങനെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആക്കും. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് എന്റർടൈനിങ് ഷോ. അതിനെ ആ രീതി മാത്രം കണ്ടാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ആൾക്കാർ കുറേയൊക്കെ അതിനെ പേഴ്സണലി എടുക്കും. അതെന്താ ആ പെണ്ണെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അവൾക്ക് അങ്ങനെ ഒരു ലൈഫ് ഉണ്ട്, അവൾ അതിനകത്ത് ഇപ്പൊ എന്താ കാണിക്കുന്നത്, ഭയങ്കര പേഴ്സണലി ആൾക്കാർ എടുക്കുന്നത് കൊണ്ടാണ് അഗെയിൻ ഇത് പോപ്പുലർ ആവുന്നത്. അപ്പൊ അവരതിനെ ആ രീതിയിൽ കാണിക്കുന്നത് കൊണ്ടാണ് ആൾക്കാരിലേക്ക് അത് അങ്ങനെ എത്തുന്നത്, അവരത് പേഴ്സണലി എടുക്കുന്നത്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്, ഷോയുടെ TRP കൂടുന്നത്, പൈസ വരുന്നത്. അപ്പൊ എന്തായാലും കണ്ടസ്റ്റൻസ് എല്ലാം ഷോയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതില് എല്ലാരും ഒന്നും എനിക്കറിയത്തില്ല, എനിക്ക് കണ്ടുപരിചയമുള്ള കുറച്ച് പേരേ ഉള്ളൂ. ആദ്യത്തെ ആളെന്ന് വെച്ചാൽ രേണു സുധി. പുള്ളിക്കാരി ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഒരു പാവമാണ്. പുള്ളിക്കാരിയുടെ ഈ ഒരു സിറ്റുവേഷനെ അവര് യൂസ് ചെയ്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആൾക്കാർക്ക് അവരെന്താ അങ്ങനെ ചെയ്തത്, അവരുടെ ഹസ്ബൻഡ് മരിച്ചു, അവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഈ ഒരു ഐഡിയ ഇങ്ങനെ കിടന്ന് കത്ത് ആയതുകൊണ്ടാണ് അവർ ആ ഒരു പോപ്പുലർ ഇതിൽ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അവരൊരു പാവാന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഇപ്പൊ ഈ പുറത്ത് ഇങ്ങനെ ഒരു ഇമേജ് വരുന്നു, ഇങ്ങനെ വൈറൽ ആവുന്നു, അങ്ങനെയുള്ള അവരങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. അതേ സാധനം ചിലപ്പോൾ ഷോയിൽ വരണം എന്നില്ല. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി ഇങ്ങനെ കത്തി കയറി നിന്നിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഷോയ്ക്കകത്ത് പോയി മിണ്ടാതിരുന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം ഡിപ്പെൻസ് അതെങ്ങനെ വരുന്നുള്ളത്. ബട്ട് അവരൊരു ഇൻട്രസ്റ്റിംഗ് ഇതായിരിക്കും. പിന്നെ അവര് യൂസ് ചെയ്യുന്ന ഇതേ സുധിച്ചേട്ടൻ, എന്റെ ആത്മാവ്, ഈ സാധനങ്ങൾ കുറെ യൂസ് ചെയ്യും. അത് കുറെ വരാനും ചാൻസ് ഉണ്ട്. ബട്ട് ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്. പിന്നെ മറ്റേ ആങ്കർ ഈ രേണു സുധിയുടെ തന്നെ ഇന്റർവ്യൂ എടുത്ത മറ്റേ പുള്ളിക്കാരി ഷാരിക എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരിയുടെ വേറെയും കുറെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ അറിയാവുന്ന ഒരാള്, മറ്റേ ഒരു ഇൻസ്റ്റാഗ്രാം കപ്പിൾ ഉണ്ടല്ലോ, ആ കപ്പിളിലെ ആളുടെ ഹസ്ബൻഡ് അഭിഷേക് എന്തുവാണ് പേര്, ആളൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് റെസ്പോണ്ട് ചെയ്യുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നുള്ളത് മറ്റേ മുൻഷി രഞ്ജിത്ത്, ആളൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. ഇവർക്കൊക്കെ നന്നായിട്ട് സിറ്റുവേഷൻസ് കൊടുത്താല് ഫയർ സാധനം വരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നുള്ളത് മറ്റേ ആ ഒരു മോഡൽ ഓൺട്രപ്രനർ ഒരു പുള്ളിക്കാരി, ആള് എന്താണ് മലയാളിയാണ്, ആലപ്പുഴ എന്തോ ആണ്, ബട്ട് സെറ്റിൽഡ് ഇൻ മുംബൈ ഓർ സംതിങ്, മോഡൽ എന്തോ ആണ്. അപ്പൊ പുള്ളിക്കാരിക്ക് ആ ഒരു കൾച്ചറൽ ഡിഫറൻസിന്റെ സാധനം ചിലപ്പോൾ ഉണ്ടാവാം. പുള്ളിക്കാരി ഞാൻ മലയാളിയാണ്, കംപ്ലീറ്റ് മലയാളിയാണെന്നൊക്കെ പറയുന്നു, ബട്ട് സ്റ്റിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. മേ ബി അവിടെ ഒരു ഒറ്റപ്പെടൽ സാധനം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. യു നെവർ നോ. ചൈത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി, അത് അഡ്വക്കേറ്റ് എന്തോ ആണ്, അല്ലാതെ എന്തൊക്കെയോ ഷോയിലൊക്കെ, വേറെ ഏതോ ഷോയിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ആളൊക്കെ നല്ല അടി ഉണ്ടാക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആളാണെന്നാണ് തോന്നുന്നത്. പിന്നെ അപ്പാനി ശരത്ത്, പുള്ളിയുടെ ഒരു ഇമേജ് തന്നെ പുള്ളി അടി ഉണ്ടാക്കും അങ്ങനെയാണ്. ബട്ട്
അറിയില്ല റിയൽ ലൈഫിൽ ഇവരെങ്ങനെയാ, അല്ലെങ്കിൽ ഈ ഷോയ്ക്കകത്ത് വരുമ്പോ അവരെങ്ങനെയാന്നുള്ളതാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ ഒരു പ്രോമിസിങ് കണ്ടസ്റ്റൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെയുമുള്ള ചില ആൾക്കാരെ ഒന്നും അങ്ങനെ നമുക്ക് അറിയില്ല. വേറൊരു കലാഭവൻ സരിക പുള്ളിക്കാരി, അവരെയും കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും അങ്ങനെ എനിക്കത്ര പരിചയമുള്ള ആൾക്കാരില്ല. ബട്ട് ലെറ്റ് സി ഇവരൊക്കെ എങ്ങനെ എന്ത് ചെയ്യുന്നു, ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു, ഏത് രീതിയിൽ ബോണ്ട്സ് ഉണ്ടാക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു. ബട്ട് യുനോ ഇച്ചിരി ബോധം വിവരമൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ കോൺവെർസേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നല്ല ടൈപ്പ് ഓഫ് കോൺവെർസേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് എന്റർടൈനിങ് ആയിരിക്കും. ഇപ്പം വലുതായിട്ട് അങ്ങനെ ഇല്ല, വായി വരുന്നത് പറയും, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊന്നും എന്റർടൈൻമെന്റ് കിട്ടും. അവർക്ക് വിവരമില്ല, ബോധമില്ല, അങ്ങനെയല്ല. ബട്ട് ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരിൽ നിന്നും എന്റർടൈൻമെന്റ് കിട്ടാം. അപ്പൊ നമ്മുടെ സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്നാലേ നമുക്കൊരു രസമുള്ളൂ ഷോ കാണാനായിട്ട്. Anyway, let's see. Appo here begins the review of Bigg Boss Malayalam season 7. Stay tuned, guys. Let's see how it goes.